അമേരിക്കൻ തെരുവുകൾ ഇന്ന് പുകയുകയാണ്. പക്ഷെ അത് വെടിയുണ്ടകളുടെ പുകയല്ല കേട്ടോ, മറിച്ച് അധികാരം തലയ്ക്കു പിടിച്ച യുദ്ധവെറിയനായ തങ്ങളുടെ പ്രസിഡന്റിനെതിരായ രോക്ഷത്തിന്റെ പുകയാണത്. ട്രംപിനെതിരെ അമേരിക്കയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെ പോലെ തന്നെ നെതന്യാഹുവിനെതിരെ ഇസ്രായേലിലെ തെരുവുകളിൽ പ്രതിഷേധം ആളിക്കത്തുകയാണിപ്പോൾ. ഇറാനെതിരായ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് രണ്ട് പ്രക്ഷോഭങ്ങളും ആവശ്യപ്പെടുന്നത്. അമേരിക്കയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രക്ഷോഭം അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമരങ്ങളിൽ ഒന്നാണെന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പ്രക്ഷോഭത്തിന്റെ പ്രധാന മുദ്രാവാക്യം നോ കിങ്സ് എന്നാണ്, അഥവാ രാജാക്കന്മാരില്ലാത്ത ജനങ്ങൾ ഭരിക്കുന്ന ഒരു ലോകമെന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതിനായി ദശലക്ഷക്കണക്കിന് മനുഷ്യരാണ് അമേരിക്കൻ തെരുവുകളിൽ ഇപ്പോൾ അണിനിരക്കുന്നത്. ഇതിനെ കേവലം ഒരു പ്രതിഷേധമായി മാത്രം നാം സമീപിച്ചാൽ പോരെ കേട്ടോ, മറിച്ച് ചോരക്കൊതിയുള്ള ഭരണാധികാരികൾക്കെതിരെയുള്ള മാനവികതയുടെ ഒരു പോരാട്ടം കൂടിയാണ്. അതിന് ആ നിലയിൽ ഒരു വിശാലമായ ഒരു അർത്ഥതലം കൂടിയുണ്ട്. ഇസ്രായേലിലും സ്ഥിതി സമാനമാണ്. വിരലെണ്ണാവുന്ന ആളുകളിൽ നിന്നും ആരംഭിച്ച അവിടുത്തെ പ്രതിഷേധങ്ങളിൽ ഇപ്പോൾ ആയിരങ്ങളാണ് അണിനിരന്നുകൊണ്ടേയിരിക്കുന്നത്. ഓരോ ദിനം പ്രതിയും കൂടുതൽ ആളുകൾ ഈ പ്രതിഷേധത്തിലേക്ക് വന്നു ചേരുകയാണ്. യുദ്ധം രണ്ടാമത്തെ മാസത്തിലേക്ക് കടന്നതോടെ ഇസ്രായേലിൽ പ്രതിഷേധങ്ങളും വ്യാപകമാവുകയാണ്. തെല്ലവീവ്, ഹൈഫ, ജെറുസലേം എന്നീ പ്രധാന നഗരങ്ങളെല്ലാം പ്രതിഷേധാഗ്നിയിൽ കത്തി അമരുകയാണിപ്പോൾ. അമേരിക്കയിലുടനീളം 1100-ലധികം കേന്ദ്രങ്ങളാണ് ഈ നോ കിങ്സ് പ്രക്ഷോഭം ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. മിനസോട്ടയിലെ സെന്റ് പോളിൽ മാത്രം കഴിഞ്ഞ ദിവസം ഒഴുകിയെത്തിയത് 2 ലക്ഷത്തിലധികം ജനങ്ങളാണ്. ഇറാൻ അധിനിവേശത്തിനൊപ്പം ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങളും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് രാജ്യവ്യാപകമായി നടത്തുന്ന ക്രൂരമായ റെയ്ഡുകൾക്കും കൂട്ടനാടുകടത്തലുകൾക്കുമെതിരെയുള്ള രോക്ഷവും ഈ പ്രതിഷേധത്തിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രക്ഷോഭകാരികളുടെ വെബ്സൈറ്റ് തന്നെ ഇത് വ്യക്തമാക്കുന്നുമുണ്ട് കേട്ടോ. അതിൽ ഇങ്ങനെയാണ് അവർ പറയുന്നത്: മുഖം മൂടി ധരിച്ച രഹസ്യ പോലീസ് നമ്മുടെ ആളുകളെ ഭീകരവാദിയാക്കുന്നു. നിയമവിരുദ്ധവും വിനാശകരവുമായ യുദ്ധം നമ്മെ അപകടത്തിലാക്കുകയും നമ്മുടെ ചിലവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും പൗരാവകാശങ്ങളും വോട്ടവകാശവും ചോദ്യം ചെയ്യപ്പെടുന്നു. ജീവിത ചിലവ് കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്നു. നമ്മുടെ മേൽ സ്വേച്ഛാധിപതിയായി ഭരിക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത് അമേരിക്കയാണ്. അധികാരം ജനങ്ങളുടേത് മാത്രമാണ്. രാജാക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവർക്കോ അവരുടെ ശതകോടീശ്വരന്മാർക്കോ ഉള്ളതല്ല അമേരിക്ക എന്നാണ് അവർ അടിവരയിട്ട് പറഞ്ഞു വെക്കുന്നത്. ജനുവരിയിൽ മിനസോട്ടയിൽ ഐസിനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെ ഫെഡറൽ ഏജന്റുമാരോടെ വെടിയേറ്റ് 2 അമേരിക്കൻ പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഇതും ഈ പ്രതിഷേധത്തിന്റെ തീ ആളിക്കത്തിക്കാനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഈ പ്രക്ഷോഭത്തോടൊപ്പം ഗവർണർ ടീം വാൾസും ബെർണി സാൻഡേഴ്സും ഉൾപ്പെടെയുള്ള പ്രമുഖരും തെരുവിൽ അണിനിരക്കുന്നുണ്ട്. അമേരിക്കൻ തെരുവുകളിൽ ട്രംപിന്റെയും വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും കോലങ്ങൾ കത്തിയെരിയുമ്പോൾ ലോകം ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ. ജനങ്ങൾ തങ്ങളെ ഭരിക്കാൻ ഒരു സ്വേച്ഛാധിപതിയും അനുവദിക്കുന്നില്ല എന്നതാണ് ആ പറച്ചിൽ.